എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിൻ്റെ സമ്മർ ക്യാമ്പ് മധുരവേനൽ അതിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. കുഞ്ഞുങ്ങളെല്ലാവരും അവരവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് പേനയും ബുക്കും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തിരക്കിട്ട രജിസ്ട്രേഷൻ പരിപാടികളാണ്. കൂട്ടത്തിലെ മുതിർന്ന കുട്ടികളാണ് ആ ജോലികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ലാൽജി സാറും അനിത ടീച്ചറും. കുട്ടികളെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പ് ലീഡേഴ്സ് അവരവരുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവപ്രിയ, അതിരയ, സുനിക്, ജാഡിനി, ഞാൻ ഭാസ്കർ. എന്റെ ഗ്രൂപ്പിലുള്ളത് ഭീഷ്മ നാരായൺ, അനന്തജി, ശ്രീഹരി, അയനാജിനി, ശിവനന്ദ, അഭികൃഷ്ണ ബിഹാർ, ആരാധ്യ. വീണ്ടും പുതിയ രജിസ്ട്രേഷനും അനിത ടീച്ചറിൻ്റെ നിർദ്ദേശങ്ങളും. അനിത ടീച്ചറാണ് ഇവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് ഫുൾ സപ്പോർട്ടിൽ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത്. അനിത ടീച്ചർ എന്ന് ഒഫീഷ്യലായി പറയുമ്പോഴും ഞങ്ങളുടെ സ്വന്തം അനിത ചേച്ചി. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായി ഞങ്ങളും എല്ലാത്തിൻ്റെ ഒപ്പമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഫാമിലിയും എത്തിക്കഴിഞ്ഞു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ആനന്ദ് ഭൈരവ് ശർമ്മയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ആദ്യമായി ഈശ്വരപ്രാർത്ഥനയ്ക്ക് നാട്യജലിയിലെ പ്രിയമായ തീർത്ഥാഗുരു ഗൗരി നാരായൺ, അഞ്ജലിജി, ദേവദത്ത. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് കാറ്റാടി നാട്യാഞ്ജലിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന മധുരവേനൽ സമ്മർ ക്യാമ്പിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷപദം വന്നിരിക്കുന്ന ഇനി ഉദ്ഘാടന ചടങ്ങുകളാണ്. ആദ്യം സ്വാഗതം, അത് കഴിഞ്ഞ് ഉപക്രമം, അത് കഴിഞ്ഞ് ഉദ്ഘാടനം ശ്രീ ആനന്ദ് ഭൈരവ് ശർമ്മയാണ്. അദ്ദേഹം ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിമാണ്. 11ഓളം വാദ്യോപകരണങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യും. നാഷണൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റാണ് അദ്ദേഹം. സംസ്ഥാന കലോത്സവങ്ങളിൽ
കലാപ്രതിഭാ പട്ടം അനേക തവണ കിട്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ആർട്ടിസ്റ്റുകളാണ്, കലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് TNP ശർമ്മ ആകാശവാണി A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ആശാ പ്രവീൺ ശർമ്മ സോപാന സംഗീതം ആർട്ടിസ്റ്റാണ്. തികച്ചും ഒരു കലാകുടുംബമാണ് അവരുടേത്. നമ്മുടെ വാർഡിൻ്റെ മെമ്പർ ശ്രീ വാസുദേവൻ നമ്പൂതിരി അവർ, ഓയൂർ കൊച്ചുഗോവിന്ദപിള്ള ആശാൻ സ്മാരക കലാകേന്ദ്രത്തിൻ്റെ സെക്രട്ടറി ശ്രീ ഗോപകുമാർ, നാട്യഗിരി സ്കൂൾ ഓഫ് ആർട്സിൻ്റെ രജിസ്ട്രാർ ശ്രീ നാരായണ നമ്പൂതിരി, നാട്യഗിരി സ്കൂൾ ഓഫ് ആർട്സിൻ്റെ CRO എൻ വിഷ്ണു നമ്പൂതിരി, നമ്മുടെ നാട്യഗിരി സ്കൂളിൻ്റെ ട്രഷറർ കൃഷ്ണകുമാർ വി, പ്രോഗ്രാം കൺവീനർ ശ്രീമതി അനിത ദേവി എന്നിവരെല്ലാവരും ചടങ്ങിലുണ്ടായിരുന്നു. ഇന്ന് നവചേരി ഒരു ഡാൻസ് സ്കൂൾ, കേരള ഡാൻസ് സ്കൂൾ മാത്രമല്ല വിവിധ കലകൾ വിദ്യാഭ്യാസം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പഠനം അതുപോലെ തന്നെ വളരെ പേര് കേട്ട ഒരു വലിയൊരു നാട്യാഞ്ജലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയ പേര് തരുകയും കേട്ട ഒരു സ്ഥാപനമായിട്ട് വളരെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കലും കൂടി ആശംസകൾ നേരുന്നു. നമസ്കാരം. അപ്പം അറിവ് നേടുന്ന വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? എന്താ അറിവ്? അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പം പറയാം. ചോദ്യം ഉത്തരം പെട്ടെന്നായിരിക്കും. എന്താ അറിവ്? അറിയാം. അറിവില്ലായ്മ അറിയുകയാണ് അറിവ് അല്ലേ? ഇതാണ് ചായ ഇടാൻ അറിയാം. സമയം അറിയാൻ വിളിച്ചെടുക്കാൻ. അപ്പം നമുക്ക് ചായ ഇടാൻ അറിയാം, അതൊരു അറിവാണല്ലേ? അറിയില്ലെങ്കിലോ അത് വേറെ നമുക്ക് അറിവില്ലായ്മ അല്ലേ? ആണല്ലോ? അറിയാം അല്ലേ? ചായ ഇടും ഇങ്ങോട്ടില്ലേ? ഇവിടെ അങ്ങനെ രസം ഉണ്ടാക്കുന്നത് അതല്ല. ശരി, നാളെ ഓക്കെ. കേട്ടോ, മിഠായി കൊടുക്കലുണ്ട്, ബലൂൺ നിർപ്പിക്കലുണ്ട്, ഒത്തിരി പരിപാടികൾ വെച്ചിട്ടുണ്ട്. എല്ലാം നാളെ മുതൽ തുടങ്ങും കേട്ടോ. അപ്പൊ എല്ലാവരും നാളെ രാവിലെ ഇന്ന് ഇങ്ങനെ പ്രസംഗമൊക്കെ ആയിരുന്നു, നാളെ മുതൽ ഞാൻ പോകുന്നില്ലെന്നൊന്നും ആരും വീട്ടിൽ പറഞ്ഞേക്കരുത് കേട്ടോ. നാളെ മുതൽ ആ പരിപാടി വന്നത് ജാനക്കുട്ടിക്ക് മിഠായിയൊക്കെ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എല്ലാവരും നാളെ മുതൽ എത്തണം. രാവിലെ തന്നെ പെട്ടെന്ന് വീട്ടിൽ പരിപാടിക്ക് മൊത്തം പാടാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ക്യാമ്പാണ് നാളെ മുതൽ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കരുത്. ഏത് പരിപാടി വന്നാലും ആര് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യും ചാടി ഇരിക്കണം കേട്ടോ. നിങ്ങളെ ഗ്രൂപ്പാക്കിയിട്ടുണ്ടല്ലോ, 4 ഗ്രൂപ്പിലുള്ളവരായിരിക്കും. ഈ ഗ്രൂപ്പിൽ ആരാണ് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം. 4 ചേച്ചിമാരുണ്ട് നിങ്ങൾ നയിക്കാനായിട്ട്. അപ്പൊ നാളെ മുതൽ എന്റെ ഗ്രൂപ്പിൽ ഫസ്റ്റ് വരണമെന്നുള്ള രീതിയിൽ എല്ലാ പരിപാടികളിലും പങ്കെടുക്കണം കേട്ടോ. ഇവിടെ നാണക്കേടൊന്നും ആരും ചിന്തിക്കരുത്. ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് പാടാൻ അറിയണം, ചാടാൻ അറിയണം, കളിക്കാൻ അറിയണം, ഇനി ഇവിടെ കയറി പ്രസംഗിക്കാനൊക്കെ പറയും. ഇവരൊക്കെ പറഞ്ഞു കേട്ടോ, വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞു കേട്ടോ. അത്രയൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ മൈക്കൊക്കെ തന്നാൽ സംസാരിക്കാനായിട്ട് പഠിക്കണം കേട്ടോ. അതിനൊക്കെ വേണ്ടി വരാൻ പറഞ്ഞത്. അപ്പൊ നാളെ മുതൽ ഈ മൈക്കൊക്കെ കിട്ടുമ്പോൾ മൈക്കിൽ ആരെയോ പറയുന്നതൊക്കെ ചോദിച്ചാൽ ചാടി വരണം. ഞാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമോ? എല്ലാവരും അങ്ങനെ വരുമോ? അപ്പൊ നാളെ മുതൽ ഇതിനൊക്കെയുള്ള സമയമാണ്. പാട്ടൊക്കെ പോയിരുന്ന് പഠിച്ചോണ്ട് വരണം. വീട്ടിൽ പോയിരുന്ന് പാട്ട് പഠിക്കണം, പറയാൻ പഠിക്കണം, ഇവിടുന്ന് പറയുന്നതൊക്കെ ചെയ്തോണ്ട് വരണം കേട്ടോ. അപ്പൊ നാളെ നമുക്ക് പുറത്തോട്ടിറങ്ങി കാക്കയെ കാണാം, കിളികളെ കാണാം, മരങ്ങൾ കാണാം, കുളങ്ങൾ കാണാം, വയലിൽ പോകാം. പോട്ടെ, ഇതൊക്കെ നമുക്ക് അറിയാനുള്ള. പിന്നെ കിളി ഉണ്ടാക്കി കാണിക്കും, ഇവിടെ പേപ്പർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി കാണിക്കും, ചേച്ചിമാര് പാട്ട് പാടിക്കും. ഭയങ്കര രസമാണോ? അപ്പൊ എല്ലാവരും നാളെ നന്ദി പറയുക എന്നതിൽ തന്നെ അറിയിക്കാനുള്ളതാണ് അതിന്റെ കർത്തവ്യം. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ആനന്ദ സമയം കുറിച്ച് നമുക്ക് അറിയാം. ശരിക്കും സംഗീതത്തിന്റെ മാസ്മരികത ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിവുണ്ട്. ഒരിക്കലും എന്റെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിപാടി അവതരിപ്പിച്ചത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആനന്ദ സമയം സജസ്റ്റ് ചെയ്തു പോലും. അതുകൊണ്ട് ആ ഒരു ലോകത്തേക്ക് പോകാൻ അത്രയും കഴിവുള്ള കലാകാരനെയാണ് നമുക്ക് ഉദ്ഘാടനമായിട്ട് വിളിക്കുന്നത്. വേദിയിലിരിക്കുന്ന ഓരോരുത്തരും നമുക്ക് വിശിഷ്ടരാണ്, പ്രമുഖരാണ്, തന്റേതായ ഇടങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്, വളരെയേറെ കഴിവുള്ളവരാണ്. എല്ലാവരും ഈ ഒരു നാട്യാഞ്ജലി കുടുംബത്തിന്റെ ഭാഗമാണ്. ഓരോ ദിവസവും എല്ലാ ദിവസവും എല്ലാവരും എത്തി തന്നെ ഈ ക്യാമ്പ് സജീവമാക്കാനുള്ള അഭ്യർത്ഥനയുണ്ട്. ആനന്ദ ശർമ്മയുടെ മാതാപിതാക്കളും പ്രഗത്ഭരാണ്. പറ്റുമെങ്കിൽ ആശാരായി സോപാന സ്ഥിതികളും 2 നാലുകളിലേക്ക് കേൾക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അനുഗ്രഹീതരായ കലാകാരന്മാരാണ് ഒരു 3 ഒരുപാട് ദീർഘിപ്പിക്കാത്ത സമയമില്ലാത്തതുകൊണ്ട് തന്നെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഒത്തിരി എനിക്കൊന്ന് പറയാതിരിക്കാൻ തോന്നിയില്ല. നാട്യാഞ്ജലിയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം അതൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ആരും കാണില്ലല്ലോ. അത്രയും ചിലപ്പോൾ പക്ഷേ നല്ലതൊക്കെ റീച്ചാവുന്ന കുറച്ച് സമയം എടുത്തായിരിക്കും. അത്രയും നന്ദിയുള്ളവരാണ് നാട്യാഞ്ജലിയുടെ ഡയറക്ടറും പിന്നെ ഗിരീഷൊക്കെ, അല്ലെങ്കിൽ ഇതിന്റെ അഭ്യുദയകാംക്ഷികൾ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള അംഗങ്ങൾ. അപ്പം നല്ലത് എപ്പോഴും തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കും. അത് നാട്ടിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് സമയം എടുക്കും. എങ്കിലും നല്ലതിന്റെ ഒരു തുടക്കമാണെങ്കിൽ ഇത്രയും കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അവരുടെ ആ ഒരു എഫേർട്ട് എന്തിനു മുന്നിലാണ്. അവിടെ സാമ്പത്തികമൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല ഇവർ രണ്ടാളും. അതൊക്കെ എനിക്ക് പക്ഷേ എപ്പോഴും അതിശയം തോന്നുന്ന കാര്യമാണ്. എന്ത് വേണം അത് ഒരുക്കി കൊടുക്കാന്നുള്ളതാണ്. ഇത്രയും നല്ലൊരു ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാക്കിയത് മാതാപിതാക്കൾ ഉണ്ടാക്കേണ്ട വേദിയാണ് ഞാൻ ആഗ്രഹിച്ചു പോകാം. ഇനി ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമുള്ള ആനന്ദ ഭൈരവ ശർമ്മയുടെ പ്രോഗ്രാമാണ്. പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സൗണ്ട് ചെക്ക് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അത് തന്നെ എത്ര മനോഹരമാണെന്ന് കേട്ടു നോക്കും. ഇനി അതിനിടയ്ക്ക് ചെറിയ റിഫ്രഷ്മെൻറ്റ് നടക്കുന്നുണ്ട്.
പ്രോഗ്രാമിൻ്റെ വീഡിയോയും ഇൻട്രാക്ഷനും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. എല്ലാവരും കാണണം, അത്രയ്ക്ക് രസമുള്ള വീഡിയോ ആണത്. ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ ഇടുന്നതാണ്. ഈ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു ഇത്.